ചായ ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് മരുമകളെ വെട്ടി കൊലപ്പെടുത്തി. ആ തള്ള പോകുന്നു നോക്കി കൈക്കും കാലിലൊന്നും ഒരു കുഴപ്പമില്ല, എന്നിട്ട് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ വയ്യ, മരുമകൾ തന്നെ അന്ന് ചായ ഉണ്ടാക്കി തരുന്നല്ലേ. എനിക്ക് ഇവരെ കാണുമ്പോൾ ആരെയും ഓർമ്മ വരുന്നതെന്നറിയോ? Nimda, those rest tell me. ചില ആൾക്കാർ ചോദിക്കും ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ, അതൊക്കെ പണ്ട് കാലത്തല്ലേന്ന്. അല്ല ഗൈസ്, ഇപ്പോഴും ഉണ്ട്. ഇവർക്കൊന്നും വംശനാശം വന്നിട്ടില്ല, ദേ ആർ സ്റ്റിൽ ഹിയർ. ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. മരുമക്കളെ പൊന്നുപോലെ നോക്കുന്ന അമ്മായിമാരുണ്ട്. എനിക്ക് കിട്ടിയതൊന്നും അവർക്ക് കിട്ടരുതെന്നും ഈ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തോളാം, മോള് ചെയ്യേണ്ടാന്ന് സിൻസിയറായിട്ട് വിചാരിക്കുന്ന അമ്മായിമാരുണ്ട്, വീട്ടുകാരുണ്ട്. അവരൊന്നും ഉദ്ദേശിച്ചിട്ട് അതല്ലാത്ത ചില ആൾക്കാർ, ഇങ്ങനത്തെ അമ്മായിമാരൊക്കെ മകനെ കല്യാണം കഴിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവന് നല്ലൊരു ലൈഫ് ഉണ്ടാവണം, അവന് നന്നായിരിക്കണം, അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല. അവർ വീട്ടിൽ പണി ചെയ്യാൻ ആളില്ല, ഇപ്പം അവർക്ക് വേലക്കാരിനെ വെക്കാനൊന്നും പറ്റില്ല. സോ അവർക്ക് പണി ചെയ്യാൻ ഒരാളെ വേണം. അതിനു വേണ്ടി അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കേണ്ടത്? സീ ഗേൾസ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മായിമ്മേനെ നോക്കണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണം എന്ന് ഒരു നിയമഘടനയിലും പറയുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചിലവർക്കൊരു സിമ്പതിൻ്റെ പുറത്ത് പാവമാണ് എന്നുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് നോട്ട് യുവർ ഡ്യൂട്ടി ടു ഡു ദാറ്റ്. പാരൻസിനെ നോക്കുക എന്നുള്ളത് അവരുടെ മക്കളുടെ കടമയാണ്, മരുമക്കളുടെ കടമയല്ല. അവരുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ചില അമ്മായിമാരുണ്ടാവും, അവരുടെ പണ്ട് കാലത്ത് അവരുടെ അമ്മായിമാരെ അവർക്ക് കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, അവർ കുറേ ട്രോമാസിലൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ മരുമക്കളും അതേപോലെ അനുഭവിക്കണം, എന്നാലേ അവർ നല്ല കുടുംബിനിയാകൂ എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവർക്ക് കിട്ടിയ ഈ ഒരു കാര്യം തലമുറകളായിട്ട് മാറി മാറി കൊടുക്കാൻ ഇതെന്താ വല്ല അമൃതമോ നിധിയോ വല്ലതും ആണോ തലമുറകളായിട്ട് മാറിക്കൊടുക്കാൻ? അവർ അനുഭവിച്ച കുറേ നെഗറ്റീവ് ട്രോമാസ് ഇതെന്തിനാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്താ, ഇത് വല്ല നല്ല സാധനമല്ലേ നമ്മൾ ഷെയർ ചെയ്യുക? ഇങ്ങനത്തെ മോശം സാധനങ്ങൾ എന്തിനാണ് ഷെയർ ചെയ്യുന്നത്? ഇതൊരു സൈക്കോ മൈൻഡാണ്. ഞാൻ അനുഭവിച്ചത് തന്നെ അവളും അനുഭവിക്കുന്നൊക്കെ പറഞ്ഞ് വെറും ഒരു സൈക്കോ മൈൻഡ്. ഒന്നാമത് ഈ ആർഭാടമായിട്ട് കല്യാണം കഴിപ്പിച്ച് നാട്ടുകാർക്കൊക്കെ ഫുഡ് കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്നതിന് വെറും മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്താൽ തന്നെ അമ്മായിമാരുണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോനെ കല്യാണം കഴിപ്പിച്ച്, എന്നിട്ട് അതൊക്കെ ഇനി ഇതാ ഇവളെ കൊണ്ട് ഇവളെ പണിയെടുപ്പിച്ചിട്ട് മുതലാക്കണം എന്ന് വിചാരിക്കുന്ന അമ്മായിമാരൊക്കെ ഉണ്ട്. എന്തിനാ ഇവർ നിങ്ങളിതൊക്കെ ആർഭാടാക്കി ചെയ്തത്? ആര് പറഞ്ഞു നിങ്ങളോട് ചെയ്യാൻ? നിങ്ങൾ ഈ ആർഭാടാക്കി ചെയ്തതൊക്കെ ഈ മരുമൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അവർക്കൊന്നും കിട്ടുന്നില്ല. ഇതൊക്കെ നാട്ടുകാർക്കാണ് പോകുന്നത്, എന്നിട്ട് കഷ്ടപ്പെടുന്നത് മൊത്തം മരുമകൾ. അമ്മാമ്മമാരെ മാത്രം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഗൈസ്. ഇതേപോലെ ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, അവരുടെ അമ്മമാരെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, അപ്പം എൻ്റെ ഭാര്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതേപോലെ തന്നെ ചില സ്ത്രീകളുണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. എന്തിന്? നമ്മൾ ഈ സെലിബ്രിറ്റീസിൽ തന്നെ ഇല്ലേ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ. ഇതേപോലെ ഫാമിലിയിലും ഉണ്ട്, നാത്തൂമാരുണ്ട്, ചില ബന്ധുക്കളുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാളും കഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നത് ക്രിമിനൽ മൈൻഡാണ്. പിന്നെ ഇതൊക്കെ ഈ അമ്മായിമാർ സ്വയം ഉണ്ടാക്കുന്നതാണോ ചോദിച്ചാൽ അല്ല ഗൈസ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇവരെന്താണെന്ന് ചെയ്യുക, എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ അമ്മായിമ്മനെ പിരികേറ്റിയിട്ട് മരുമക്കളെ കഷ്ടപ്പെടുത്തും. കുറേ അയൽവാസികൾ, ബന്ധുക്കൾ, അമ്മായിമ്മമാരെ കുറേ കൂട്ടുകാരികൾ, ഇവരൊക്കെ ഇങ്ങനെ കുറേ വിഷം കുത്തി വെച്ചിട്ട് നീ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, നീ അവളിങ്ങനെ സ്നേഹിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുളവാക്കുന്ന കുറേ എണ്ണങ്ങൾ. ഇവരൊക്കെ വല്ല എലിവിഷം കൊടുത്ത് കൊല്ലണം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും അമ്മായിമ്മമാർക്ക് പിന്നെ ഇനി പണി ചെയ്യാൻ വയ്യ, ഇനി അവർക്ക് റെസ്റ്റ് വേണം, വയസ്സായി, ഇനി റെസ്റ്റ് എടുക്കണം, ഇനി പണിയൊന്നും ചെയ്യാൻ വയ്യ. ഈ പറയുന്നതൊക്കെ മകൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, മകളുടെ അമ്മയ്ക്ക് ഉണ്ടാവില്ലേ? പെൺമക്കളെ അമ്മയ്ക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അവർ പഴയ പോലെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. ആണുങ്ങൾ അമ്മമാർക്ക് മാത്രം എന്താ ഭയങ്കര ഒരു ക്ഷീണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇത്രയും കാലം ഈ വീട്ടിലത്തെ പണിയൊക്കെ എടുത്തത് അവരല്ലേ, അപ്പോൾ ഒരാൾക്കും കൂടി ഒന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? ഇത്രയും കാലം ഈ വീട്ടിൽ നിന്നവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുതിയതായിട്ട് ഇന്നലെ വന്ന ആൾക്കാർ ഈ വീട്ടിലത്തെ എല്ലാം ചെയ്യണം. ഈ വീട് എന്താ അവരുതാണോ ഇവരതാണോ? ആരുടെ ആണ് ഈ വീട്? ഈ വീട് ആരതാണ്? അവരല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് കല്യാണത്തിന് മുന്നേ ഇങ്ങനത്തെ ഒരു ഫാമിലിയാണ്, ഇങ്ങനത്തെ ഒരു ഭർത്താവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക. അതല്ല കല്യാണം കഴിഞ്ഞിട്ടാണ് അറിയുന്നതെങ്കിൽ ആ സ്പോട്ടിൽ എസ്കേപ്പ് ആവുക. വെറുതെ ഇതിലേക്കൊന്നും വലിച്ചു കയറി പോയിട്ട് ലൈഫിൽ ചാവാൻ നിൽക്കരുത്. പിന്നെ ഇതൊക്കെ കഷ്ടപ്പെട്ട് സഹിക്കുന്ന കുറച്ച് മരുമക്കളും ഉണ്ട്. എന്തിനാ നിങ്ങളിതൊക്കെ സഹിക്കുന്നത്? എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി സ്വന്തമായിട്ട് ജീവിക്കുക, വെറുതെ ഭർത്താവിൻ്റെയും അമ്മായിമ്മേനെയും കീഴിൽ ജീവിച്ചിട്ട് ലൈഫ് നശിപ്പിക്കല്ലേ. ഇതൊക്കെ ശരിയെന്ന് വിചാരിക്കുന്ന ചില മരുമക്കളും ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ചാൽ ഇതിനൊക്കെയാണ്, ഇങ്ങനെ ആയിരിക്കണം, എന്നാലേ കുടുംബിനിയാവുള്ളൂ, നല്ലൊരു ഭാര്യയാകുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ചില മണ്ടത്തികളുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പാർട്ട്ണർ വന്ന് ഒറ്റയ്ക്കുള്ള ലൈഫ്, അതിനൊരു തുണ എന്ന് വെച്ചിട്ട് ഒരു ഭർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് ഒരു നിബന്ധനയുമില്ല. ഒരാൾ ഒരു ഇന്ന പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയും നമ്മുടെ നാട്ടിലില്ല. കല്യാണം കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട.
കുട്ടികൾ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഇനി എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഒന്നും